ആൾക്കാരുടെ വീട്, ചില പെണ്ണുങ്ങളുള്ള വീട് ആല പശുവിനെ കെട്ടുന്ന ആല പോലെ, അങ്ങോട്ട് കേറാൻ മേല വാസനിച്ചിട്ട്. വീടിന്റെ അകത്ത് പോലും പശുവിനെ കെട്ടിയിടുന്ന മനുഷ്യന്മാരുണ്ട്. വീടിന്റെ ഉള്ളിലെ ചോദിക്കുമ്പോ പറഞ്ഞെന്തറിയോ, അത് നമ്മളെ ഒത്തിരി ജീമല്ലേ, എന്നാ കട്ടില്ല കടത്തിക്കോ തീർന്ന. ഒരു കൊല്ലം ബ്ലാങ്കറ്റ് എല്ലാം വിരിച്ചോ, ദുബൈന്ന് കൊണ്ടുവന്ന ബ്ലാങ്കറ്റ് നല്ല. അതിൻ്റെതായ ഒരു സ്ഥാനങ്ങളില്ലേ. ചില വിശ്വാസികളുടെ വീടിന്റെ പരിസരത്ത് കാണാം നായ് പോറ്റിയിട്ട്. ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ, അതിന് ഇസ്ലാമിൽ ചില വിടുതികളൊക്കെ ഉണ്ട്, കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് അവരെ വിടാൻ നമുക്ക് ആ ചർച്ചയില്ല. ഒരു ആവശ്യമില്ലാതെ വെറുതെ ഒരു ഷോ കാണിക്കാൻ വലിയ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നായിനെ പോറ്റും, എന്നിട്ട് അതിനെ സിറ്റ് ഔട്ട് അങ്ങനെ കെട്ടിയിടും. അത് കുഞ്ഞുങ്ങളെ തൊടും, അവിടെ തൊടും, ഇവിടെ തൊടും, അതിന്റെ മേലെ ചവിട്ടിട്ട് അങ്ങനെ പോവും. ഏതാണ് ഈ നജസ്? എന്താണെന്ന് മനസ്സിലാക്കാതെ വൃത്തി തീരെയില്ല. ചില ആൾക്കാരുടെ ഡ്രസ്സൊക്കെ കണ്ടാലോ എന്താ അവരിത്തിരി. മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞെന്ന് പറയാം, ഒരുത്തന്റെ വസ്ത്ര ഉടയാടകൾ വൃത്തിയുള്ളതാണോ, നല്ല വെടിപ്പോടെയുള്ള പിന്നെ വേഷവിധാനങ്ങളാണോ, നല്ല വൃത്തിയോടെയുള്ളതാണോ, എന്നാൽ അയാൾക്ക് മാനസികമായ ടെൻഷനുകളൊന്നും ഉണ്ടാവില്ല. ടെൻഷൻ കുറയും, മാനസിക പിരിമുറുക്കങ്ങൾ കുറയും, മനസ്സ് ഫ്രീ ആവും. എപ്പോ വസ്ത്ര ഉടയാടകൾ നല്ല വൃത്തിയിൽ വേണം, എപ്പോഴും നല്ല വൃത്തിയിൽ വേണം, എന്നാൽ ടെൻഷൻ ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാൾ മണവസ്തു പൂശിയാൽ, ഷെന്റ് തേച്ചാൽ, അയാൾക്ക് ബുദ്ധി കൂടുമെന്ന് ഇമാമുനാ ശാഫിഈ. സെന്റ് തേക്കുക, നല്ല മണമുള്ള അത്രക്ക് പുരട്ടുക, എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നത് അത് ഇസ്ലാമിലേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിയുന്നെങ്കിലൊക്കെ ഇസ്ത്രിയൊക്കെ ഇട്ട് നല്ല വെടിപ്പായിട്ട് നല്ല ചന്താക്കിയിട്ടൊക്കെ നടന്ന അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അതിന്റെ അർത്ഥം ഞെരിയാണിക്ക് താഴെ വെച്ചിട്ട് അങ്ങനെ ഈ യക്ഷി പോകും പോലെ പോണമെന്നല്ല. ചില മനുഷ്യന്മാരെ കാണുന്നു, രാഷ്ട്രീയക്കാർക്കാണ് കുറച്ച് കൂടുതൽ ആ സ്വഭാവം. ഒരു പഞ്ചായത്തിൽ നിന്നിട്ട് മെമ്പർ ആയിന്ന് കണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, പിന്നെ ഓന്റെ തുണി ഓനുള്ളത് വൈക്കത്ത്, ഓന്റെ തുണി ഭാവിക്കലാണ് പോയിക്കാൻ. അതിന്റെ കര ഞെരിയാണിക്ക് താഴെ മുണ്ടിറക്കുക, ഫാൻ്റെ ഇറക്കുക എന്നത് ഗൗരവതരമാണ്. എന്റെ രാഷ്ട്രീയക്കാർക്ക് കൊമ്പുണ്ട്. അതിന്റെ മിത്തക്കൽ എന്താ? മുസ്ലിം ആണെങ്കില് ഇത് മുസ്ലിങ്ങളോടാ, അല്ലാണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടല്ല, ഇത് യുക്തിവാദികളോടല്ല, ഇത് മതമില്ലാത്തവരോടല്ല, ഇത് അവിശ്വാസികളോടല്ല, ഇസ്ലാമേതര ജനങ്ങളോടല്ല, ഇത് മുസ്ലിമീങ്ങളോടാ. ഇത് കേട്ടിട്ട് ഏതോ ഒരു എന്താ അവന്റെ പേര്, 2-3 ആളുണ്ട് ഇങ്ങനെ ലൈവായിട്ട് വന്നിട്ട് കുറക്കുന്നവർ. എല്ലാ ഉസ്താദന്മാരെയും അങ്ങനെ കൊടയും, എല്ലാ തങ്ങന്മാരെയും കൊടയും. അയ്യോരുത്തി കൊടഞ്ഞു 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 കൊടഞ്ഞിട്ട് അങ്ങ് തെറിച്ചിട്ട് അപ്പുറം പോയി ജാമിദ ടീച്ചർ അല്ലേ. ഓളുമ്പോ ഞാൻ പരസ്യം ചെല്ലി, ഞാൻ മുസ്ലിമേ അല്ല, നിങ്ങൾ ബേജാറയാക്കണ്ട. ഇത് മുന്നേ ചെല്ലില്ലെങ്കിൽ ഇത്ര ബേജാറുണ്ടായി. ചെല്ലുമ്പോ ഓൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിമേ അല്ല. ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്താ നീ മുസ്ലിം ആയിങ്ങന്റെ ആയില്ലെങ്കിൽ അല്ല, അതിപ്പോ ഒരു വിഷയമല്ലല്ലോ. നീ മുസ്ലിം ആക്കുന്നത് നിന്റെ രക്ഷക്ക്, നീ മുസ്ലിം അല്ലാതിരുന്നാലോ അതിന്റെ ലാഭം നിൽക്കന്നെ. അപ്പൊ നമുക്കൊരു വിഷയമല്ല. അപ്പൊ ഞങ്ങളീ ഉപദേശവും, ഞങ്ങളീ പ്രബോധനവും, ഞങ്ങളീ പറച്ചിലകളൊക്കെ ഇത് വിശ്വാസികളോട് മാത്രം. അപ്പൊ രാഷ്ട്രീയക്കാരാകട്ടെ ആര് തന്നെയാകട്ടെ ഞെരിയാണിക്ക് താഴെ പാടില്ല. ഞെരിയാണിക്ക് താഴെ മുണ്ടിറക്കുക എന്നത്, ഞെരിയാണിക്ക് താഴെ വസ്ത്രമിടുക എന്നത് അത് മഹാപാതകമാണ്, ഘോരപരാധമാണ്. പാടില്ല. ഫാൻഡായാലും പാടില്ല, മുണ്ടായാലും പാടില്ല. അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ തെറ്റാണ്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കർശനമായി വിരോധിച്ച കാര്യമാണ്. ഫന്നാര നബി തങ്ങൾ വല്ലാതെ വിരോധിച്ച കാര്യമാണ്.
അത് സിമ്പിളായി കാണരുത്, അത് ചെറിയൊരു തെറ്റായി മാത്രം കാണരുത്. അതിന്റെ കർമ്മങ്ങൾ അറിയാതെ പോകരുത്. ഞെരിയാണിക്കതാടെ മുണ്ടുടുക്കുന്നതിന്റെ ഫാൻറ്റിറക്കുന്നതിന്റെ മസാല പഠിക്കാതെ പോവല്ലേ. അതാരായാലും പാടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വൃത്തി വേണം, എപ്പോഴും വൃത്തി വേണം. ശരീരത്തില്, വസ്ത്രഉടയാടുകളില് നല്ല ചേല വേണം, നല്ല വൃത്തി വേണം, എപ്പോഴും നല്ല സുഗന്ധം പൂഷണം. അത് എല്ലാ പ്രവാചകന്മാരുടെയും ചര്യയാണത്ര. അത്താത്തുറൂ പൊന്നാര നബി തങ്ങൾ പറയുകയാണ്, ലോകത്ത് വന്ന് 99% പ്രവാചകന്മാരും ചെയ്ത പണിയാണ് മിസ്വാക്ക് ചെയ്യല. അത്താത്തുറൂ അത്തർ തേക്കല, മണവസ്തു പൂശല. അത് എല്ലാ നബിമാരുടെയും ചര്യയാ. പിന്നെ നബി തങ്ങൾ പറയണോ, എന്താ പിന്നീട് 4 കാര്യത്തിൽ 2ആയല്ലോ. പ്രവാചകന്മാരായ പ്രവാചകന്മാരിൽ ഭൂരിഭാഗം ജനങ്ങളും ചെയ്ത, ആ മഹത്തുക്കളിൽ ഭൂരിഭാഗം മഹാന്മാരും ചെയ്ത 4 കാര്യങ്ങളിൽ 2. ഒന്ന് മിസ്വാക്ക് ചെയ്യല്, 2 മണവസ്തു പൂശല്, 3 ആട് വളർത്തല്. മറ്റൊരു റിപ്പോർട്ടിൽ വേറുണ്ട് ആട് വളർത്തല്. ആട് വളർത്തുക എന്നത് എല്ലാ ഭൂരിഭാഗം നബിമാരും ചെയ്ത കാര്യം. നല്ല കാര്യമാണ്, ഇത് ബർക്കത്തുള്ള ഏർപ്പാടാണ്. പക്ഷെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആട് ഇടുന്ന ഏലം വിളിച്ചിട്ട് ഔത്ത് കൊണ്ടുപോയിട്ട് പിറ്റേന്ന് സുബഹിക്ക് മക്കാമിന്റെ ഉള്ളിൽ കയറിയിട്ട് അത് വീത്തുന്നെങ്കിൽ നിങ്ങൾ ആട് മേങ്ങണ്ട, കച്ചവടാക്കണ്ട. ആ പ്രവാചകന്റെ ചര്യ നിങ്ങൾ പഠിക്കണം. ചില ആട് കാണാം അല്ലേ, ചില പള്ളിയിലല്ലോ മുക്രിമാർക്ക് മനുഷ്യന്മാർ തീറ്റിട്ട് ഇന്നോളം പള്ളി കഴുകേണ്ടി വന്നിട്ടില്ല. കഴുകിയ കടുകൾ മുഴുവനും ഇന്നോളം മുക്രിമാർക്ക് വേണ്ടി വന്നത് ആട് വീറ്റിട്ട്. ഏതാട്? മമ്മദാജിന്റെ ആട്, സെക്രട്ടറിന്റെ ആട്, അപ്പുറത്തുള്ള കഞ്ചുവിന്റെ ആട്, ഉൾസുവിന്റെ ആട് എല്ലാം അങ്ങോട്ട് വിടും. അങ്ങനെ കയറിച്ചു വിടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. മൃഗങ്ങളെ പോറ്റിക്കോ, വളർത്തിക്കോ. നല്ലതാണ്, മൃഗങ്ങൾ വേണം. ഈ മിണ്ടാ പ്രാണികൾ വീട്ടിന്റെ ഇവിടെ വേണം. ഇനിയിപ്പോ അതല്ല, ഇനിയിപ്പോ കോയയുടെ നാടൻ കോയയുടെ എല്ലാം റെഡിമെയ്ഡ് അല്ല, പറ്റ റെഡിമെയ്ഡാണ് അല്ലെ. ഒന്ന് ഓർഡർ കൊടുത്താൽ മതി. ഒരു 5 പൈസന്റെ കോള് വേണം, കോള് വേണ്ട. അംബാനി വന്നത് കൊണ്ട് പലർക്കും വലിയ കോണായി. ഒന്ന് പറഞ്ഞാൽ മതി, അപ്പറ്റി 10 കിലോ കോയി. ഇല്ലേ? സത്യം പറഞ്ഞ വീടിന്റെ ഇവിടെ ഇതുപോലെയുള്ള ജീവികൾ വേണം. നമുക്കുണ്ടാകുന്ന പല ആപത്തുകളും പല പ്രയാസങ്ങളും പല പൈശാചികമായ ഉപദ്രവങ്ങളും അള്ളാഹു താല അത് അവരിലൂടെ ഇല്ലാണ്ടാക്കും. അവരിലൂടെ അള്ളാഹു ഇല്ലാണ്ടാക്കുമെന്ന് മഹാന്മാർ കിതാബിൽ പറഞ്ഞത് കാണാം. കോഴി പോറ്റണം, പൂച്ച പോറ്റണം, ആട് പോറ്റണം, പിന്നെ മറ്റു മൃഗങ്ങളൊക്കെ പോറ്റാൻ പറ്റിയ മൃഗങ്ങളൊക്കെ പോറ്റണം. പക്ഷെ ആര് പോറ്റണം? പള്ളി കമ്മിറ്റി അല്ല, നിങ്ങൾ പോറ്റണം. നിങ്ങളെ കമ്പൗണ്ടിന്റെ ഉള്ളില് നിങ്ങൾ വേലി കെട്ടിയിട്ട് മട്ടം പോലെ പോറ്റണം. അല്ലാണ്ട് കഞ്ചുവിന്റെ പോയിട്ട് ബസളന്റെ മോട്ടർ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ പോറ്റണ്ട. മനസ്സിലാ? എനിക്ക് ഞങ്ങളെ ബാന്റെ തണ്ടത് കടിച്ചല്ലോ മോളോ നിന്റെ ആട്. അതിനറിയില്ലല്ലോ, മിണ്ടാ പ്രാണിയല്ലേ. അതല്ല മിണ്ടാ പ്രാണി, നീ മിണ്ടാ പ്രാണിയല്ലല്ലോ, നിനക്ക് മിണ്ടാൻ അറിയാലോ. ഇപ്പൊ ബായന്റെ തണ്ട് കടിച്ച് ബേജാറ് പറഞ്ഞത് ആടിനോടല്ല, നിന്നോടാണ്. കഞ്ചു, നിന്നോടാണ്. മാപ്പിള ചിരിക്കണ്ട, നിങ്ങൾക്കും ബാധകാണ്. ഏലം വിളിച്ചിട്ട് കൊണ്ടേ നീങ്ങല്ലേ. അത് അതിൻ്റെ ഉള്ളിൽ പോറ്റാൻ കഴിയുന്ന മാത്രം കൊണ്ടാൽ മതി. അല്ലെങ്കിൽ മറ്റു നടത്തിട്ട് സീർണിക്കാൻ ഇട്ടെങ്കിൽ സൗകര്യം പോലെ ചെയ്തോ, ഞാൻ പറഞ്ഞതാ. എന്നാൽ ഭൂരിഭാഗം നബിമാരും ചെയ്തൊരു ഏർപ്പാടാണിത്, ആട് വളർത്തല്. ബർക്കത്തുള്ള കച്ചവടമാ, ബർക്കത്തുള്ള കച്ചവടമാ. പ്രവാചകന്മാരായ പ്രവാചകന്മാര് ഭൂരിഭാഗം മഹാന്മാരും ചെയ്തു വന്നൊരു കാര്യമാ. എന്നാ 4-മത്തെ കാര്യമേതറിയാ? ലോകമാദരിച്ച ലോകത്തുള്ള സൃഷ്ടികളെ കൂട്ടത്തിൽ ഉന്നതരിൽ ഉന്നതരായ പ്രവാചകന്മാരിൽ ഭൂരിഭാഗം ആൾക്കാരും ചെയ്തുപോയ 4 കാര്യങ്ങളിൽ 4-മത്തത് അന്നിക്കാഹോ.
വിവാഹമാണ്, കല്യാണം കഴിക്കലാണ്. അത് 99% പ്രവാചകന്മാരും കഴിച്ച ഏർപ്പാടാണ്. അതുകൊണ്ട് തന്നെ വിവാഹമില്ലാതെ കഴിയുക, വിഭാര്യനായി കഴിയുക, ദാമ്പത്യ ജീവിതമില്ലാതെ ഏകനായി കഴിയുക, ബ്രഹ്മചര്യ പാലിക്കുക എന്നത് ഇസ്ലാമികമല്ല, അത് ശരിയല്ല. ആവതുണ്ടോ? ഭാര്യയുടെ ഹക്കടപാടുകൾ മുഴുവനും തീർക്കാൻ കഴിയുമെന്നുള്ള ധൈര്യമുണ്ടോ? അവളെ നല്ല നിലക്ക് പോറ്റാൻ കഴിയുമെന്നുള്ള ഒരു ധൈര്യമുണ്ടോ? എന്നാൽ കല്യാണം കഴിച്ചോ. നബിതങ്ങളെ ഇബാദത്ത് എങ്ങനെയാ? നബിതങ്ങളെ ആരാധനകൾ എങ്ങനെയാ? നബിതങ്ങളെ ഇബാദത്ത് എങ്ങനെയാ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരവസരം നബിതങ്ങൾ ഇല്ലാത്ത സമയത്ത് 1, 2, 3 സഹാബികൾ വീട്ടിലെത്തുന്നു. ആയിഷ ഉമ്മാന്റെ അരികിലെത്തുന്നു. അവർ വന്നിട്ട് ആയിഷ ഉമ്മയോട് ചോദിക്കുകയാണ്, അല്ല ആയിഷ ഉമ്മ, നബിതങ്ങൾ ആരാധന എങ്ങനെയാ? നബിതങ്ങളെ ഇബാദത്ത് എങ്ങനെയാ? പൊന്നാര നബിതങ്ങളെ ഇബാദത്തിനെ സംബന്ധിച്ച് ആയിഷ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു. ധാരാളം നിസ്കരിക്കുന്നവരാണ്, രാവുകളിലും പകലുകളിലും. എന്നാലും നബിതങ്ങള് രാവുകളിൽ ഉറങ്ങും കേട്ടോ. നബിതങ്ങള് ഉറങ്ങലുമുണ്ട്. പിന്നെയാ നബിതങ്ങളെ നോമ്പ് എങ്ങനെയാ? അപ്പോഴും പറഞ്ഞു, അതെ നബിതങ്ങൾ ധാരാളം നോമ്പ് നോക്കുന്നവരാണ്. എന്നാലും ഇടക്കിടക്ക് നബിതങ്ങള് നോമ്പ് ഉപേക്ഷിക്കലുണ്ട്. ഫർള് നോമ്പിന്റെ കഥയല്ല, സുന്നത്ത് നോമ്പിന്റെ കഥയാ. സുന്നത്ത് നോമ്പ് അല്ല, നബിതങ്ങൾ നോക്കുന്നവരാണ്. എന്നാലും ഇടക്കിടക്ക് നബിതങ്ങൾ നോമ്പ് മുറിക്കലുണ്ട്, ഭക്ഷണം കഴിക്കലുണ്ട്. നബിതങ്ങള് കല്യാണം കഴിച്ചവരാണ്, മക്കളുള്ളവരാണ്. ഇത് പറഞ്ഞപ്പോ ഈ സഹാബികൾ പറഞ്ഞത് എന്തറിയോ? അല്ലെങ്കിലും നബിതങ്ങളെ ഇബാദത്തും ഞങ്ങളെ ഇബാദത്തും ഞങ്ങൾ എന്തിന് ടാലിയാക്കണം? നബിതങ്ങളാര്? സകല പാപങ്ങളും പുറക്കപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബ്, സർവരാലും വാഴ്ത്തപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബ്. അതേ നബിതങ്ങൾ ആരാധന കുറഞ്ഞാലെന്താ, കൂടിയാലെന്താ? നബിതങ്ങൾ നോമ്പ് നോക്കിയാലെന്താ, നോമ്പ് മുറിച്ചാലെന്താ? നബിതങ്ങൾ ഉണർന്നാലെന്താ, ഉറങ്ങിയാലെന്താ? നമുക്കത് ബാധകമല്ല. എന്നാലോ നബിതങ്ങളെ ഇബാദത്ത് വെച്ച് നോക്കുമ്പോ ഞങ്ങളെ ഇബാദത്ത് തുലോം കുറവാണ്, നന്നേ കുറവാണ്. ഞങ്ങളെ കയ്യിലെ ഇബാദത്തില്ല എന്ന് പറഞ്ഞിട്ടതാ ഒരു സഹാബി പറയുകയാണ് ആയിഷയുമ്മയോട്, അതേ ഉമ്മ, ഞാന് പെണ്ണ് കെട്ടിയിട്ടില്ല, ഇനി മേലാൽ കെട്ടുന്നുമില്ല. എനിക്ക് കെട്ടിയോളും വേണ്ട, കുട്ടിയോളും വേണ്ട. എന്തേ? അതെന്റെ ഇബാദത്തിന് തടസ്സാണ്. പെണ്ണെട്ടിയ പിന്നെ വിരുന്നായി, കല്യാണായി, മംഗലായി, മൈലാഞ്ചായി, അതായി ഇതായി അല്ലേ? ദീനബോധം ഇല്ലാത്ത പെണ്ണാണെങ്കിൽ പേരട്ടി കുടിച്ച് 4 കുത്തുവായി അല്ലേ? അപ്പൊ അതൊന്നും വേണ്ട, തൽക്കാലം ഞാൻ ഇബാദത്തിലായിട്ട് അങ്ങനെ കഴിഞ്ഞോളാം, ഒറ്റക്കായി വിഭാര്യനായി ബ്രഹ്മചര്യ പാലിച്ച് ഞാൻ അങ്ങനെ കഴിയാമെന്നൊരു സാബി. മറ്റേ സാബി പറഞ്ഞു, ഞാൻ ഇനി മുതൽ നോമ്പ് മുറിക്കില്ല. നബിതങ്ങൾ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്, ഇടക്കിടക്ക് നോമ്പ് നോക്കും, ഇടക്കിടക്ക് മുറിക്കും. എന്നാ ഞാൻ അങ്ങനെയല്ല, ഇനി ഞാൻ നോമ്പ് മുറിക്കില്ല. പകലന്തിയോളം സദാ ദിവസങ്ങളിലും ഞാൻ നോമ്പുകാരനാണ്. പിന്നെ ഒരാൾ പറഞ്ഞെന്താ,
ഇനി ഞാൻ രാത്രി ഉറങ്ങില്ല, രാവേറെ അല്ലാഹുവിന് ഇബാദത്താണ്. ഇരുട്ടുകളെ പകലുകളാക്കി, രാത്രിയുടെ യാമങ്ങളെ ഹയാത്താക്കി, കരുണക്കടലായ റബ്ബിനെ ഞാൻ അങ്ങനെ ഇബാദത്തെടുക്കും, സുജൂദ് ചെയ്യുമെന്ന് ആസിയ സഹാബി പറഞ്ഞു. മൂന്നാമൻ പറഞ്ഞു, ഉടനെ കടന്നു വരുന്നു റസൂലുള്ളാഹ്. സഹിയായ ഹദീസാണ്. പൊന്നാര നബി തങ്ങൾ അവരോട് ചോദിക്കുകയാ, നിങ്ങൾ എന്തേ ഈ പറയണത്? നിങ്ങൾ എന്താ ഈ പറയണത്? നിങ്ങളെക്കാളേറെ തഖ്വയുള്ളവനും ഭക്തിയുള്ളവനും അല്ലാഹുവിനെ ആരാധിക്കുന്നവനും അല്ലാഹുവിനെ ഇബാദത്തെടുക്കുന്നവനും ഞാനല്ലേ? അനാത്കാക്കും നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മുത്തഖി ഞാനല്ലേ? ഞാൻ പെണ്ണ് കെട്ടിയിട്ടുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, ഞാൻ നോമ്പ് നോക്കലുണ്ട്, നോമ്പ് മുറിക്കലുണ്ട്, ഞാൻ രാവ് ഉറങ്ങലുണ്ട്, രാത്രി ഉറങ്ങലുണ്ട്, ചിലപ്പോ നിസ്കരിക്കലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്താ മതി. കാരണം നിങ്ങളെ സ്വന്തം ശരീരത്തോടും നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. മറക്കണ്ട, 360 ദിവസം നോമ്പ് നോക്കിയിട്ട് തടിനെ കൊല്ലണ്ട. പെണ്ണും കുട്ടിയോളും ഇല്ലാതെ, കെട്ടിയോളും കുട്ടിയോളും ഇല്ലാതെ, ദാമ്പത്യ ജീവിതത്തിന്റെ മധുരമറിയാതെ, മണമറിയാതെ ഒറ്റക്ക് കഴിയണ്ട. അതെന്റെ ശൈലിയല്ല. അന്നിക്കാഹു മിൻ സുന്നത്തി, കല്യാണം എന്നതെന്റെ ചര്യയാണ്. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. എല്ലാ നബിമാരും കഴിച്ച ഏർപ്പാടാ കല്യാണം. പക്ഷേ ഇനി പറയട്ടെ ആരെ കെട്ടണോ, എങ്ങനെ കെട്ടണം, എവിടെ കെട്ടണം, എപ്പ കെട്ടണോ? കേട്ടോ മോനെ, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അതെ, തുങ്കഹുൽ മർഅതു ലിഅർബഈൻ, തുങ്കഹുൽ മർഅതു ലിഅർബഈൻ. 4 കാര്യങ്ങൾ മാനദണ്ഡമാക്കി, 4 കാര്യങ്ങൾ പരിഗണിച്ചിട്ട് പെണ്ണ് കെട്ടുന്ന കീഴ്വഴക്കം, പെണ്ണ് കെട്ടുന്ന നാട്ടുറൂടി, പെണ്ണ് കെട്ടുന്ന പദ്ധതി ലോകത്തുണ്ട്. ഏതറിയുമോ? 4 കാര്യങ്ങള്. ലിമാലിഹാ വലി ജമാലിഹാ വലി ഹസബിഹാ വലി ദീനിഹാ. എന്താ നബി തങ്ങൾ പറഞ്ഞു? മുസ്തഫായ റസൂലുള്ളാഹി, മുസ്തഫായ റസൂലുള്ളാഹി, പറ മുസ്തഫായ റസൂലുള്ളാഹി. 10-11 നിർത്താനായില്ലേ? അല്ല, എപ്പോഴും അല്ല, തങ്ങള് എത്ര മണി അതുവരെ ഇപ്പൊ വന്നാ ഇപ്പൊ നിർത്തും. 12 മണിക്ക് 12 മണിക്ക് നിർത്തും. 12:45 നിങ്ങൾ നല്ല സദസ്സ് കാണുമ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇതുപോലെ ഇതിനേക്കാളേറെ സന്തോഷത്തിലും ഇതിനേക്കാളേറെ റാഹത്തിലും നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും അവരോടൊപ്പം അവന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഞങ്ങൾ ഈ പറയുന്നതൊക്കെയും പറയുന്ന എനിക്കും കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. അല്ലേ? നബി തങ്ങൾ പറയുകയാണ്, തുങ്കഹുൽ മർഅതു ലിഅർബഈൻ. 4 കാര്യങ്ങൾ മാനദണ്ഡമാക്കി, 4 കാര്യങ്ങൾ നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഒരു പദ്ധതി ലോകത്തുണ്ട്. അല്ലേ? ഖുർആനാണ് മരിച്ചവരെ ഹയാത്താക്കി. അപ്പൊ ഉസ്താദ് മരിച്ചവരെ ഹയാത്താക്കുന്നല്ലേ? അതെ. അപ്പൊ പിന്നെ ഈസാ നബി അള്ള കൊടുത്ത കഴിവ് കൊണ്ടാണ് ഹയാത്താക്കിയത്, അല്ലാണ്ട് മഹാന്റെ പവറല്ല അത്. അപ്പൊ ഉസ്താദെ, അള്ള കൊടുത്ത കഴിവ് കൊണ്ടായ ഈസാ നബി ഹയാത്താക്കിയെങ്കിൽ അപ്പൊ നമ്മളെ ഈസയും ഹയാത്താക്കലേ, പൈക്കത്തെ ഈസയും ഹയാത്താക്കലേ? അള്ള കഴിവ് കൊടുത്തെങ്കില് അതിന് പൈക്കത്തെ ഈസക്ക് അള്ള കഴിവ് കൊടുക്കല, കൊടുത്ത ഹയാത്താക്കൂ. ചത്ത ജാഗത്തിന് ജീവൻ നീടിച്ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടോവർ വോഹിയിൽ മൂത്ത ബിഇദ്നില്ലാ.
വൗഹിയിൽ മൗത ബിഇദ്നില്ലാ. മഹാന്മാർ അങ്ങനെയാണ്. ചില വലിയവരായ ഉസ്താദന്മാരൊക്കെ ഈ മരിപ്പിച്ചവരെ ജീവിപ്പിച്ച കഥകളൊക്കെ ചിലതൊക്കെ ഇല്ലാത്ത കറാമത്താണ്. ഈ മഹാന്മാര് ഈ കറാമത്ത് പറയുന്നതിന്റെ ഇടയിൽ ചില ആൾക്കാർക്ക് എന്തെല്ലോ പ്രസംഗിച്ചു പോകും. സന്നദ്ധില്ലാത്ത കുറെ കഥ. അതൊന്നും ശരിയല്ല. അങ്ങനെ കുറെ വ്യാജ കറാമത്തുകളോ ഇതെല്ലാം പറഞ്ഞിട്ട് കുറെ ഔലിയാക്കളാക്കിയിട്ട് അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. മഹാന്മാരുടെ കറാമത്തൊക്കെ ആധികാരികമായി തന്നെ പറയണം, ഉള്ളത് മാത്രം തന്നെ പറയണം. കറാമത്തുണ്ടാവുക എന്നത് വലിയൊരു സംഗതി ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ വലിയവരായ ഔലിയാക്കൾക്ക് കറാമത്ത് പ്രകടിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ കറാമത്ത് പ്രകടിപ്പിക്കുന്ന ഔലിയാക്കന്മാരെക്കാൾ ഏറെ പവർ കറാമത്ത് പ്രകടിപ്പിക്കാത്ത ഔലിയാക്കൾക്ക്. അബൂ ഉസ്താദെ മുഹ്യിദ്ദീൻ ഷേഖൊക്കെ പ്രകടിപ്പിച്ച കറാമത്തിന് കണക്കും കഴിയില്ലല്ലോ. മഹാനർക്കല്ലേ ഏറെ പവർ ആണ്. പിന്നെ കറാമത്ത്, അതെ, അവരൊക്കെ കറാമത്ത് പ്രകടിപ്പിച്ചത് അവരുടെ ഉയർച്ചക്കല്ല, അവരുടെ പദവി കൂടാനല്ല, ദീനിന്റെ ഉയർച്ചക്ക്, സമുദായത്തിന്റെ നന്മക്ക്, നാടിന്റെ നന്മക്ക്, ജനങ്ങളെ ഗുണത്തിന്, ദീനിന്റെ ഗുണത്തിന്, പരിശുദ്ധമായ ദീനിന്റെ ദാവത്തിന് അതുദ്ദേശിച്ച് മാത്രമാണ് അവർ കറാമത്ത് കാട്ടിയത്. കാട്ടിയാലും കാട്ടിയില്ലേലും, കറാമത്ത് പ്രകടിപ്പിച്ചാലും ഇല്ലേലും അവരെ സ്ഥാന ബഹുമാനങ്ങൾക്ക് അശേഷം കുറവില്ല. അവരെ പദവിക്ക് ഒരിത്തിരി പോലും ഇടിവില്ല. ഇരിക്കട്ടെ സഹോദര, ഈസാ നബി മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ഖുർആനാണത്, ജീവിപ്പിച്ചിട്ടുണ്ട്. ഹദീസാണത്, പ്രമാണമാണത്. അതെ, ഈ ചെറുപ്പക്കാരന്റെ മുമ്പില് ഈസാ നബി എന്ത് ചെയ്തറിയാ? കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പിരിയപ്പെട്ട ഭാര്യന്റെ കബറും പുറത്തിരുന്ന് കരയുന്ന ഈ ചെറുക്കനെ കണ്ടപ്പോ ഈസാ നബി എന്ത് ചെയ്തറിയാ? അവന്റെ മരിച്ചു കിടക്കുന്ന ഭാര്യയില്ല, അവളെ ഹയാത്താക്കുന്നു. താജുൽ അറൂഷ് എന്ന കിതാബിന്റെ 78, 79, 80 പേജുകളിൽ ഈ സംഭവം കാണാം. അതുപോലെ ഒരുപാട് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇത് വെറുതെ പറയല്ല. ഈസാ നബി മരിച്ചു കിടക്കുന്ന പുതിനാട്ടിയെ ജീവിപ്പിക്കുകയാ. വ്യാപളക്ക് സന്തോഷമായി മതിവിധി തീരുന്നതിനു മുമ്പ് പിരിയേണ്ടി വന്ന പിരിശപ്പെട്ട ഭാര്യ ഇന്നിതാ ഉടലോടെ ജീവനോടെ മുമ്പില് ഈസാ നബിന്റെ മുഅ്ജിസത്ത് കാരണമാ. ചെറുപ്പക്കാരന് വല്ലാതെ സന്തോഷിച്ചു. കാരണം അത്രക്കും അഴകാണവൾ, അത്രക്കും ചേലാണവൾ, അത്രക്കും ചന്തമാണവൾ. വേറൊരു കുന്തവും അവൾക്കില്ല, അത് മാത്രമേ അവൾക്കുള്ളൂ. ചെറുപ്പക്കാരൻ സന്തോഷവനായി ഹാപ്പിയായി ഈസാ നബി അവരുടെ മുമ്പിൽ നിന്ന് സലാം പറഞ്ഞു പിരിയുകയാണ്. ചെറുപ്പക്കാരൻ എന്ത് ചെയ്തറിയാ? പിരിശപ്പെട്ട ഭാര്യനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാ. ദിവസങ്ങളായി ക്ഷീണിതരാണ് കബറും പുറത്ത്, അല്ലേ? വല്ലാതെ ക്ഷീണിച്ചോ. ആ മനുഷ്യനതാ ഭാര്യയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ ക്ഷീണം കാരണമായി ഒരു മരച്ചുവട്ടിലിരിക്കുന്നു. ക്ഷീണിതരായ പുതിയാപ്പിള ചെറുക്കനുണ്ടല്ലോ, ആ മരച്ചുവട്ടില് ഉറങ്ങുന്നു. കൂടെ പെണ്ണുണ്ട്, അതേ, തന്റെ ഭാര്യയുണ്ട്. ഈസാ നബി ഹയാത്താക്കി പറഞ്ഞയച്ച ഭാര്യയുണ്ട്. അവൾ ഉറങ്ങിയിട്ടില്ല. ചെറുപ്പക്കാരൻ ഉറങ്ങുകയാ. അപ്പോളാണ് അതുവഴി നാട്ടുരാജാവിന്റെ മോന് ഭാവി രാജാവ്, ഇനി വരുന്ന രാജാവ്, നാട് ഭരിക്കുന്ന രാജാവിന്റെ മകനായ രാജകുമാരൻ കുതിരപ്പുറത്ത് വരികയാണ്. അതുവഴി നാട് വിട്ടു പോകുമ്പോ അവിടെ അതാ ചെറുപ്പക്കാരനെ കാണുന്നു ഉറങ്ങുന്നതായിട്ട്. അവന്റെ അരികില് സുന്ദരിയായ സുമുഖിയായ നല്ല ചേലുള്ളൊരു പെണ്ണ്. ഈ രാജകുമാരൻ എന്ത് ചെയ്തറിയാ? കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് ഇവളെ മുമ്പിൽ വരികയാ. ആരാണ് നീ? ആരാ നീ?
ആ സമയത്ത് അവള് പറഞ്ഞു ഞാനും എന്റെ ഭാര്യയാണ്. ബാക്കി കഥകളൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് രാജാവ് ഇവളെ ചന്തം കണ്ടിട്ട്, ചേല് കണ്ടിട്ട് മതിമറന്ന എല്ലാം മറന്ന രാജകുമാരൻ എന്തു പറഞ്ഞറിയോ? ഞാൻ ആരെന്നറിയുമോ? ഞാൻ രാജകുമാരനാണ്, രാജാവിന്റെ മകനാണ്, നാട്ടുവാടിയാണ്. നീ എന്റെ കൂടെ പോന്നാൽ നിന്നെ ഞാൻ ഭാര്യയാക്കാം. എന്റെ രാജകുമാരിയാണ് നീ, ഭാവിയിലെ രാജ്ഞിയാണ് നീ. നിന്റെ ചന്തം എന്നെ ഏറെ ഇഷ്ടപ്പെടുത്തി കളഞ്ഞോ, വരുമോ എന്ന് ചോദിച്ചപ്പോ പെണ്ണതാ ഇറങ്ങിപ്പോകുന്നു. അതാ പെണ്ണ് ടിക്ടോക്കില് കളിക്കുന്ന പെണ്ണിനെ കെട്ടണ്ട, മതബോധമില്ലാത്ത പെണ്ണിനെ കെട്ടണ്ട. ഡിഗ്രിക്കാണ്, ഡിഗ്രിയുടെ മേലെയുള്ള ഡിഗ്രിക്കാണെന്ന് പറഞ്ഞ ഏതോ നാടും നഗരവും കടന്ന് പരപുരുഷ ബന്ധമെന്തെന്നറിയാതെ ചുറ്റി സഞ്ചരിച്ച് പഠിക്കാനാണെന്ന് പറഞ്ഞ് കവലകൾ തോറി ചുറ്റി നടക്കുന്ന പെണ്ണില്ല, ചുണ്ടിലേക്ക് ലിപ്സ്റ്റിക് തേച്ച് പുരട്ടി നടക്കുന്ന പെണ്ണില്ല, മാരിബ നമസ്കാരമില്ലാത്ത പെണ്ണില്ല, ആണുങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പില് ആഡ് ചെയ്യപ്പെട്ട പെണ്ണില്ല. അവളെ കെട്ടല്ല പൊന്ന്. ഇതാ ഈ പെണ്ണിന്റെ ഗതി വരോ, ഈ പെണ്ണിന്റെ ഗതി വരോ. എന്തായി, എന്ത് സംഭവിച്ചു ഇവിടെ? കേക്കണേ ചെറുപ്പക്കാരാ, നല്ല പോലെ കേക്കണമിത്, നല്ല പോലെ കേക്കണമിത്. അതാ ചെറുപ്പക്കാരി പെണ്ണിന്, സൗന്ദര്യവതിയായ ചേലുള്ള ചന്തമുള്ള പെണ്ണിന് ആ രാജകുമാരൻ കൊണ്ടുപോവുകയാണ്. പോകുന്ന വഴിക്ക് അയാൾ പറഞ്ഞു പത്രേ, കൊട്ടാരത്തിലെറ്റെങ്കിലും പറയണം ഞാൻ നിന്നെ ചന്തയെന്ന് വിലക്കെടുത്തേന്ന് പറയണം. ഇന്നാളെ ഭാര്യ ഒന്നും ചെല്ലാൻ നിൽക്കണ്ട, ഇന്നാളെ ഭാര്യ ഒന്നൊന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ നിന്നെ ചന്തയെന്ന് വിലക്കെടുത്ത അടിമയാണെന്ന് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ നമ്മൾ തന്നെ. അങ്ങനെ ഇവിടെ ഭയങ്കര ഹാപ്പിയായി. അവനും കൊട്ടാരത്തിലെത്തി. ഇതാ ഈ ചങ്ങായില്ലേ, ഏ ചങ്ങായി, ഏ ചങ്ങായി അബു. ആ ഈ ഉറങ്ങിയ മനുഷ്യൻ കൂർക്കെല്ലാം വലിച്ചു പിടിച്ച് എല്ലാം കഴിഞ്ഞ് വാലം വളർന്നു ഉഷാർത്തായി നോക്കുമ്പോ കൊണ്ടാട്ടില്ല. എത്ര ദിവസമായി ഒന്ന് ജീവിച്ച് കിട്ടാൻ, എത്ര കഷ്ടപ്പെട്ടു പോവാം, എത്ര ബിരുസത്തിലായി നോക്കി അല്ലെ. ഇല്ലെങ്കിൽ ആ കബർ മുറുക്കുവര് കിടക്കണം. അതല്ലെങ്കിൽ പിന്നെ ഒന്നല്ലേ ഞമ്മ ചിന്തിക്കുന്ന അങ്ങനെയല്ലേ. ഞമ്മ അല്ലെങ്കിൽ കാത്തിനെന്തൊന്നും ഉള്ളത് മരിച്ചില്ലെങ്കിൽ വേറൊന്ന് കെട്ടായി അല്ലെ അല്ലെ. എത്ര മാപ്പിളമാർ കാത്തു, പല മാപ്പിളമാർ പറയലുണ്ട് ഉള്ളത് പോയിനെങ്കിലും ഒന്ന് കെട്ടിയതായി. അത് വെറുതെ അല്ല അങ്ങനെ പറയുന്നത്, ഓരോന്നിന്റെ നാവ് അങ്ങനെയാണത്ര. അതുകൊണ്ട് പറഞ്ഞു വെറുതെ പറഞ്ഞൊന്നുമില്ല. നല്ല മാപ്പിള ഒരിക്കലും അങ്ങനെ പറയില്ലല്ലോ. നല്ല മാപ്പിള, നല്ല ഭാര്യയാണ് എന്റേതെങ്കിൽ ഞാൻ പറയോ അത്? എന്റെ ഭാര്യ പോയിനെങ്കിൽ ഞാൻ വേറൊന്ന് കേട്ടു ഓളെന്ത് ഞാൻ പറയോ? പറയില്ല. ഒരു വേള ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഓളാകെ ഉള്ളത് 5 അടി, ഓളെ നാവ് 12 അടി അല്ലേ. ചിരിക്കുന്ന കാണുമ്പോ എന്നെ തോന്നുന്നു 12 13. ഇതാ കേട്ടോ, ഈ ചെറുപ്പക്കാരെ എണീറ്റ് നോക്കുമ്പോ സുബ്ഹാനല്ലാ പെണ്ണിനെ കാണുന്നില്ല. 40 നെഹിപ്പത്ത അഡ്രസ് ഇല്ല, കാണാനില്ല. ആകെ ബേജാറായി. പിന്നീട് അറിഞ്ഞു അവൾ കൊട്ടാരത്തിലാണെന്ന്, രാജകുമാരന്റെ ഭാര്യയാണെന്ന്, അക്കരെ പച്ച കണ്ടിട്ട് പോയതാണെന്ന്, പിരിശപ്പെട്ട ഭർത്താവിന്റെ മണമറിയാതെ ഗുണമറിയാതെ അതെ അതെ അവൾ ഇറങ്ങിപ്പോയി. ഇത് ഇയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇയാള് നേരെ ചെന്നു ഈ സാലിമിന്റെ അടുക്കലേക്ക്, അല്ല ഇയാള് നേരെ ചെന്നു കൊട്ടാരത്തിലേക്ക്. അവിടെ ചെന്നിട്ട് ചോദിച്ചു എവിടെയാ എന്റെ ഭാര്യയാ? അപ്പൊ കൊട്ടാരവാസികളും രാജാവും രാജകുമാരനും ചോദിച്ചു നീ ആരാ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു പത്രേ ഞാൻ അവളെ ഭർത്താവാണ്, ഞാൻ അവളെ കെട്ടിയോളാണ്. ഈശ്വര ബുക്ക് എടുത്തു നോക്കിയാ എന്റെ പേര് കാണാ. അപ്പൊ രാജകുമാരൻ പെണ്ണിനോട് ചോദിച്ചാലും എനിക്കറിയോ ഈ അബുനെ നമുക്കറിയാം. അബു മസലൻ ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഈ അബുനോട് കേട്ടിട്ടുണ്ടോ? ഞാൻ ഉദാഹരണം പറയാം. ഓനോട് കേട്ടോലോ, അല്ല ഇത് നിന്റെ മാപ്പിളെ. അവൾ പറഞ്ഞു
അറിയില്ല, ഞാൻ കെട്ടിയിട്ടുമില്ല, കെട്ടാനുമില്ല, കണ്ടിട്ടുമില്ല, കാണാനുമില്ല. എനക്ക് ആകെ നിങ്ങൾ തന്നെ പോ. പെണ്ണല്ലേ അല്ലേ? ജാഗ്രത ആയിക്കോ, നല്ലോണം ജാഗ്രത. ഇയാളാ ഇത് കേൾക്കുമ്പോ ഇയാളെ ഹാർട്ട് അറ്റാക്കും കിഡ്നി മിറ്റക്കും ആയി. ഇനിയിപ്പോ ഇടന്ന് നിങ്ങൾ തലന്നെ പോകുന്ന പറഞ്ഞിട്ട് ഏതായാലും പെണ്ണ് പോയി. ഇനിയിപ്പോ നന്നം മുണ്ടി എങ്കിൽ തലന്നെ പോകുന്ന പറഞ്ഞിട്ട് ഇയാളെന്ത് ചെയ്തെയോ നേരെ വിട്ട ഇങ്ങോട്ട് ഈസാ നബിന്റെ അടുക്കൽ. ഈസാ നബിയോട് പറഞ്ഞു, ഈസാ നബിയെ സംഭവം ഇങ്ങനെയാണ്, നിങ്ങൾ എനിക്ക് ഹയാത്താക്കി തന്ന അള്ളാന്റെ കുതിരത്ത് കൊണ്ട്, നിങ്ങളെ മോചിതത്ത് കൊണ്ട് പുനർജന്മം നൽകപ്പെട്ട, എന്റെ പിരിശപ്പെട്ട, ഞാനേറെ ഇഷ്ടപ്പെട്ട എന്റെ ഭാര്യ, അവളതാ ഞാനറിയാതെ മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോ ഈസാ നബി അവിടെ നിന്ന് അവന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. സഹിക്കുമോ ഈസാ നബിക്ക്? സഹിക്കുമോ? മറ്റുള്ളവന്റെ കൂടെ കടപ്പറ പങ്കിടാനല്ലല്ലോ ഹയാത്താക്കി കൊടുത്തത്. ഇല്ല, ആ മഹാനറതായി ഇറങ്ങി വരുന്നു ചെറുപ്പക്കാരന്റെ കൂടെ കൊട്ടാരത്തിലെത്തുകയാണ്. അവിടെയുള്ള പെണ്ണിനോട് ചോദിച്ചു, വല്ല മോളെ ഇതാര് ഈ ബാല്യക്കാരനാര് എന്ന് ചോദിച്ചപ്പോ കണ്ണില് ചോരയില്ലാത്ത പോലെ ആ പെണ്ണ് എടുത്ത വായിക്ക് പറഞ്ഞത് എന്തറിയോ? ഒറ്റയടിക്ക് പറഞ്ഞു, എനിക്കറിയില്ല, കണ്ടിട്ടേ ഇല്ല, ഞാൻ അയാളിത് കാണുന്നത് തന്നെ ആദ്യമാ, എനിക്കറിയില്ല, ഞാൻ ഇയാളടിമയാ, എന്നെ ഇന്നാലിന്നെ ചന്തേന്ന് കൊണ്ടുവന്നതാ എന്ന് പറഞ്ഞപ്പോ ദുഃഖിതനായ ഈസാ നബി ദുആരുന്നു, നാഥാ അവളെ നീ പൂർവസ്ഥിതിയിലാക്കണേ തമ്പുരാന് എന്ന് ദുആരുന്നപ്പോ ഉടനടി അവൾ മരിച്ചു വീഴുന്നു. ഉടനടി മരിച്ചു വീഴുന്നു. ഞാനിത് പറഞ്ഞത് ചന്തം കണ്ടിട്ട് മാത്രം കെട്ടാന്ന് കണ്ട. അതേ തെളിഞ്ഞ വെള്ളമാണോ? കുളത്തിലെ വെള്ളം തെളിഞ്ഞതാണോ? പുഴയുടെ വെള്ളം തെളിഞ്ഞതാണോ? കുളിക്കാൻ ആളേറെയുണ്ടാകും. അല്ലേ? അവൻ നന്നം ഗ്ലാമർ നോക്കണ്ട, ഇന്നോട്ടെ ചന്തം നോക്കണോ? അത് ദാമ്പത്യ ജീവിതത്തിൽ അതിനൊരു ഇതുണ്ട്, ഇല്ലാന്നല്ല. ദാമ്പത്യ ജീവിതം മനോഹരമാക്കുന്ന വിഷയത്തിൽ, ദാമ്പത്യ ജീവിതം സുന്ദരമാക്കുന്ന വിഷയത്തിൽ, മധുരതരമാക്കുന്ന വിഷയത്തിൽ ചന്തത്തിനും ഒരു പങ്കുണ്ട്, ഇല്ല ഞാൻ പറയണ്ടില്ല. പക്ഷേ ചന്തം മാത്രം മാനദണ്ഡമാക്കണ്ട. ആക്കിയെങ്കില് ഇതാ ഈ പെണ്ണിനെ പോലെ ആവും അവസാനം. നിൽക്കുമ്പോ അയ്യാ ഈസാ നബിന്റെ മേലെ യാസീൻ ഓതിയിട്ട് ഫാത്തിഹ ഒരു ദ്വാരം കണ്ടി വരും, പഠിച്ചോനെ ഒരിക്കൽ പഠിപ്പിച്ച അള്ളവാള്. ഈസാ നബി ഇല്ല, പിന്നെ ഈസാ നബിന്റെ മേലെ യാസീൻ ഓതിട്ട് ദ്വാരക്കാം ഉണ്ടാന്. പിന്നെ അങ്ങനെ പറയാം. ചന്തം തീരെ നോക്കണ്ടെന്നല്ല പറഞ്ഞ, മക്കൾക്ക് നോക്കിക്കോ, ചന്തം ഉണ്ടോ നോക്കിക്കോ. വരുന്ന പെണ്ണ്, മരുമകളാകുന്ന പെണ്ണ്, മരുമോനാകുന്ന ചെറുക്കൻ, ചേലുണ്ടോ ചന്തം ഉണ്ടോ നോക്കിക്കോ. പക്ഷെ അത് മാത്രം മാനദണ്ഡമാക്കണ്ട. ഇനി നോക്കിട്ട് ആരാ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ആരാ മഹാനർ? ചെറിയ ആളല്ല, മദീനയിലെ വലിയ പണ്ഡിതരാണ്, പ്രമുഖ സൂഫി വര്യനാണ്, വലിയ ആബിദാണ്. ഏതുവരെ 40 കൊല്ലമായി ആ മഹാനർ വീട് വിട്ടിറങ്ങി വെളിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് മദീന പള്ളിയിലേക്ക്, മദീന പള്ളിയിൽ നിന്ന് ഒരു വേള പുറത്തിറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ തന്റെ വീട്ടിലേക്ക് അതിന്റെ അപ്പുറം നടന്നിട്ടില്ല. അതിന്റെ അപ്പുറം നടന്നിട്ടില്ല. ബജാറ് ചുറ്റി കറങ്ങിട്ടില്ല. കമലകൾ തോരും പോയിട്ടില്ല. യാത്ര ചെയ്തിട്ടില്ല. ഇബാദത്തെടുക്കാൻ പള്ളിയില്, ജമാഅത്തിന് പള്ളിയില്, ദർസ് നടത്താൻ പള്ളിയില്, ഇത്തികാഫിരിക്കാൻ പള്ളിയില്, മസ്ജിദുൻ നബവിയില്, അത് കഴിഞ്ഞ നേരെ വീട്ടില്. ഇതിന്റെ
അപ്പുറം ഇപ്പുറം തിരിഞ്ഞു നോക്കിയവരല്ല, അതിന്റെ അപ്പുറം നോക്കിയവർ ചരിത്രം മഹാനർക്കില്ല. സുബ്ഹാനല്ലാഹ്. സഅദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഈ സംഭവം തുഹ്ഫത്തുൽ അറൂസ് എന്ന കിതാബില് 80-ാമത്തെ പേജിൽ ഈ ചരിത്രം കാണാം. വെറുതെ പറയല്ല, നല്ല പോലെ കേൾക്കണമിത്. മഹാനർക്കുണ്ട് സുന്ദരിയായ സുമുഖിയായ മതബോധമുള്ളൊരു പെണ്ണ്, ധാരാളം ഖുർആൻ ഓതുന്ന, അതിനേക്കാളേറെ ഖുർആൻ മുഴുവൻ ബലപ്പാടമുള്ള, നല്ലോണം ഇൽമുള്ള, പിന്നെ വിദ്യാഭ്യാസമുള്ള സുന്ദരിയായ ഒരു മോള്. ആർക്കുണ്ട്? സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു വലിയ മഹാനരാണ്, മദീന കണ്ട വലിയ മഹാനരാണ്. ചെറിയ ആളല്ല. സുബ്ഹാനല്ലാഹ്. ആ മഹാനരുടെ മകള് കല്യാണം ആലോചനയായിട്ട് പലരും വന്നു. നാട്ടുവാടികള്, നാട് ഭരിക്കുന്ന രാജകുമാരന്മാരാ, രാജാക്കന്മാരാ, അധികാരത്തിലുള്ളവരാ, വലിയവരായ പണക്കാരാ. ഒന്നാമത് പെണ്ണിന്റെ ചന്തമാ, രണ്ടാമത് പെണ്ണിന്റെ പാണ്ഡിത്യമാ, മൂന്നാമത് വലിയവരായ പണ്ഡിതന്റെ മകളാ. മദീനയിലെ ഖാദി, മദീനയിലെ പണ്ഡിതർ, മദീനയിലെ മുദർരിസ, 40 കൊല്ലമായി മദീനയിലെ എല്ലാം തികഞ്ഞ ആലിമിന്റെ മോൾ. ആ നല്ല മോളെ കെട്ടാൻ ആരെല്ലാം വന്നു? നാട് ഭരിക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു മർവാന്റെ മകൻ വലീദ് വരെ വന്നു. മദീന നാടെന്ന് ഭരിക്കുന്ന രാജാവിന്റെ മോൻ, രാജകുമാരനായ വലീദ് പോലും മഹാനര മുമ്പിൽ വന്നിട്ട് തന്റെ മകളെ കെട്ടിച്ചു തരാൻ വേണ്ടി പെണ്ണാലോചനക്ക് വന്നു. ഇല്ല, മഹാൻ പറഞ്ഞു ആയിട്ടില്ല, സമയമാകുമ്പോ പറയാം. പലരും വന്നു, പലരെയും മടക്കി അയച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു സുപ്രഭാതത്തില് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങള് മദീന തന്റെ വീട്ടിലിരിക്കുമ്പോ തന്നെ കാണാൻ തന്റെ ശിഷ്യന്മാരിൽ തന്റെ മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാകുന്ന ഗുരുവിനെ കാണാൻ, ഉസ്താദിനെ കാണാൻ ഒരു സുപ്രഭാതത്തിൽ തന്റെ പൂർവ ശിഷ്യന്മാരിൽ, മുൻകാല ശിഷ്യന്മാരിൽ പ്രധാനിയായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു വദാഇ റളിയല്ലാഹു അൻഹു വന്നു മഹാനരെ കാണാൻ. ചരിത്രം കേൾക്കണം നിങ്ങള്, ചരിത്രം പഠിക്കണം നിങ്ങള്, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം നിങ്ങള്, ഈ മഹാന്മാരെ മാതൃകയാക്കണം നിങ്ങള്. ഈ ചെവിയിൽ കേട്ട് ഈ ചെവിയിൽ വിടാനുള്ളതല്ല ഇത് യേശുദാസിന്റെ സംഗീത കച്ചേരിയല്ല, ഇത് ഏതോ ആൽബം പാട്ടിന്റെ ഇത് സ്റ്റേജ് അല്ല, അല്ലാന്റെ ദീന. ഈ മഹാന്മാരൊക്കെ പറയുന്നത് നമുക്ക് പാഠം ഉൾക്കൊള്ളാനാണ്.